ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ പേജിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഖത്തർ എയർവേസിൻ്റെ പേജിൽ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് അവരുടെ കരിയർ പേജിൽ. സോ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നോക്കാം. സെർച്ച് ബാറിൽ വരിക, ഖത്തർ എയർവേസ് കരിയേഴ്സ് എന്നോളെ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഖത്തർ എയർവേസ് കരിയേഴ്സ് പേജിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് അവിടെ നിന്ന് കയറി. 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് രജിസ്ട്രേഷൻ പേജ്, മറ്റൊന്ന് ഫ്രം ദി ഹോം പേജ്. ഖത്തർ എയർവേസ് കരിയർ പേജ് ഓപ്പൺ ചെയ്യുക. ഇതാണ് ഒരു ഒഫീഷ്യൽ പേജ്. സോ ഫസ്റ്റ് നമ്മൾ സൈനിങ് കൊടുക്കുക. റൈറ്റ് സൈഡിൽ സൈനിങ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രൈവസി എഗ്രിമെൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. പ്രൈവസി എഗ്രിമെൻറ്റ് വായിച്ച് നോക്കുക. ഖത്തർ എയർവേസ് കമ്മിറ്റഡ് ടു പ്രൊട്ടക്റ്റിംഗ് ബ്ലാ 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 അക്സെപ്റ്റ്. ഇതിലേക്ക് വരുമ്പോൾ ഇത് ഓൾറെഡി നമ്മൾ മുന്നേ കൊടുത്തു വെച്ചതാണ്. നിങ്ങൾ വരുന്ന സമയത്ത് ന്യൂ യൂസർ ഓൾറെഡി രജിസ്റ്റർ അല്ലല്ലോ, അപ്പോൾ ന്യൂ യൂസർ അല്ലേ. സോ ന്യൂ യൂസർ കൊടുക്കുക. ന്യൂ യൂസർ കൊടുക്കുമ്പോൾ ഈ പേജിലേക്ക് വരും. ഇതിൽ വന്നിട്ട് യൂസർ നെയിം, പാസ്വേഡ്, റീ എൻട്രി പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്സ്, റീ എൻട്രി ഇമെയിൽ അഡ്രസ്സ് ഇത്ര കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ നമ്മൾ രജിസ്ട്രേഷൻ പേജിലേക്ക് വരുന്ന സമയത്ത് യൂസർ നെയിം, പാസ്വേഡ്, റീ എൻട്രി പാസ്വേഡ്, ഇമെയിൽ അഡ്രസ്സ്, റീ എൻട്രി ഇമെയിൽ അഡ്രസ്സ് സ്റ്റാർ കൊടുത്തുള്ളത് മാൻഡേറ്ററി ആണ്, കമ്പൾസറി ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടതെന്നല്ല, ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ മെയിൽ വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ വരില്ല. സോ യൂസർ നെയിം അടിക്കുന്ന സമയത്ത് 1 to 100 വരെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല, സ്പേസ് ഉണ്ടാകാൻ പാടില്ല, സെമിക്കോളൻ, ബ്രാക്കറ്റ് ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല, നമ്പേഴ്സ് ആവാം. അല്ലെങ്കിൽ നമ്മുടെ നെയിം അത്ര യുണീക്ക് നെയിം ആയിരിക്കണം. കണ്ടിന്യൂസ് നിങ്ങളുടെ ഹൗസ് നെയിമൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നെയിം വേറാക്കുണ്ടാകാൻ സാധ്യതയില്ല. സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു യൂണിക്കറി നെയിം കൊടുക്കുന്നത് 1 to 100 വരെ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കണം. ഒരു നെയിമാണ്. സുകുമാർ പോകണം. പാസ്വേഡ് വന്നിട്ട് ഇത് സജഷൻ പാസ്വേഡ് കൊടുക്കുകയായിരിക്കും ബെറ്റർ. ഇത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓൺ പാസ്വേഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ക്യാരക്ടർ കൊടുക്കാം. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഇത് ഒരു സ്ട്രോങ് പാസ്വേഡ് ബൈ സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺ പാസ്വേഡോടെ ചൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പാസ്വേഡ് ചേഞ്ച് ആക്കുന്നതാണ്. എപ്പോഴും സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുകയായിരിക്കും ബെറ്റർ. സ്ട്രോങ് പാസ്വേഡ് വയ്ക്കാം. മെയിൽ ഐ ഡി ഒരു നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കുക. ഞാനൊരു മെയിൽ ഐ ഡി കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ. ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യും. കുമാർ 37 gmail.com. മെയിൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പേര് കൊടുത്തു, കുമാർ റോണം, പാസ്വേഡ്, മെയിൽ ഐ ഡി, രജിസ്റ്റർ. സോ ഇത്ര നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ വരുന്നതായിരിക്കും. കൺഫർമേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ
നമ്മൾ റീഡാക്ട് ചെയ്ത് സെയിം മെയിലിലേക്ക് വരുന്നതാണ്.